ശ്രീ പ്രിന്റു മഹാദേവ്, ലോകത്തെ ഏറ്റവും വലിയ വിപത്താണ് ഭീകരത. അത്തരത്തിലുള്ള ഭീകരതയെയും ഭീകരരെയും മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ. അതിലെ ഒരു ക്രിക്കറ്റർ ഭീകരതയെ മാത്രമല്ല, ഒരു കായിക താരം എന്നതിലുപരി ഭാരതത്തിനെതിരെ മാത്രം വാതുറക്കുന്ന ഒരു കായിക താരം കൂടിയാണ്. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ഒരു തട്ടിലേക്ക് ഇവരെ മാറ്റി നിർത്തുമ്പോൾ മറുഭാഗത്താണ് ക്യുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ഈ ക്ഷണമുണ്ടായിരിക്കുന്നത്. ഇവർ 3 പേരും ഒരേ തട്ടിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഒരു ജാഗ്രത കുറവ് എന്നൊക്കെയുള്ള ലളിതവൽക്കരണം നമുക്ക് എത്രത്തോളം യോജിക്കുന്നതാണ്. കാരണം ആ ജാഗ്രത കുറവാണ് പാക് മാധ്യമങ്ങൾ ഇന്ന് പരമാവധി ഉപയോഗിക്കുന്നത്. മറ്റു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിൻ്റെ പേര് ചീത്തപ്പേരാക്കുന്ന തരത്തിലുള്ള ഒരു ജാഗ്രത കുറവിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഗൂഢാലോചനയുണ്ടായിരുന്നു, ആസൂത്രിത നീക്കമുണ്ടായിരുന്നു. ആ അസോസിയേഷനിലുള്ള എല്ലാവരുമല്ല, പക്ഷേ അഫ്രീദിയെ ക്ഷണിച്ചു വരുത്തി അഫ്രീദിക്ക് ജയ് വിളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ, അതും ഈ സാഹചര്യത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ ചില ബുദ്ധി കേന്ദ്രങ്ങൾ, കുബുദ്ധി കേന്ദ്രങ്ങൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത് 100% കൃത്യമാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ അതിന് രാഹുൽ ഈശ്വർ അതിനെ വേറൊരു രീതിയിൽ വളരെ ലളിതവൽക്കരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്നറിയില്ല, അദ്ദേഹത്തിന് ഇങ്ങനെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചില ശക്തികളോട് അദ്ദേഹത്തിന് അവരുടെ തലോടൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണെന്നറിയില്ല. അപ്പോൾ നമ്മൾ 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്ന രാഹുൽ ഈശ്വർ അല്ല ഇപ്പോൾ കണ്ട് ചാനൽ ചർച്ചകൾ പറയുന്നത്. അതിലങ്ങേട്ട് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് വിഷമുണ്ട്. അദ്ദേഹത്തിന് ഒരു 10 വർഷം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ നയവും ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തലോടലിന് വേണ്ടി അദ്ദേഹം സർസംഘചാലകൻ്റെ ആയിക്കോട്ടെ, നരേന്ദ്രമോദിയുടേതായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇപ്പം ഞാൻ പറയും, ഇസ്ലാമിക ഭീകരവാദികളോടോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളോടോ പാകിസ്ഥാനോടോ സന്ധി ചെയ്തുകൊണ്ട് ഉണ്ടാക്കേണ്ടതല്ല ഇന്ത്യയുടെ മതേതര പാരമ്പര്യം. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് മതത്തിൻ്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള ഒരു പറ്റം സഹോദരന്മാരെ കൂട്ടക്കൊല ചെയ്ത പാകിസ്ഥാനിലെ ഭീകരവാദികളെ ഇന്ത്യൻ സൈന്യം നേരിടുന്ന സമയത്ത് ഷഹീദ് അഫ്രിയെ പോലെയുള്ള മതഭീകരവാദി വന്നുകൊണ്ട് നമ്മുടെ ജനങ്ങളെ മുഴുവൻ അദ്ദേഹം ബൂം വിളിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഒരു സദസ്സ് തന്നെ ഒരുങ്ങി നിൽക്കുമ്പോൾ അത് ഈ രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. മലയാളിക്ക് മാത്രമല്ല, രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചില അജണ്ടകൾ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്, എല്ലാ മേഖലകളിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാകാറുണ്ട്. ആ സ്വാധീനത്തിൽ പെട്ടുപോയി എന്ന് ഞാൻ കരുതുന്നത്, വ്യക്തിപരമായി ഞാൻ കരുതുന്നത്, രാഹുൽ ഈശ്വർ ഞാൻ അങ്ങനെ വ്യക്തിപരമാണ്, അത് എൻ്റെ തെറ്റാണെന്ന് അറിയാം, ഞാൻ കരുതുന്ന ആളാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൃത്യമായ തലോടൽ വിധമായിക്കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കെണിയിൽപ്പെട്ട ഒരാളാണ് രാഹുൽ ഈശ്വർ. ഈ രാഹുൽ ഈശ്വറിനെ പോലെ ഇത്തരത്തിലുള്ള സംഘടനകളും കെണിയിൽപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് സംശയിക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ രാഹുൽ ഈശ്വർ ആദ്യമായിട്ട് ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഇസ്ലാമിന് അനുകൂലമായി ചിന്തിച്ചൊരു വിഷയം ഹാദിയ വിഷയം മുതലാണ്. ഹാദിയ വിഷയത്തിനകത്ത് കൃത്യമായി ഹിന്ദു സമൂഹത്തെ കൃത്യമായി വഞ്ചിച്ചുകൊണ്ടാണ് അന്ന് ഇസ്ലാമിക ഭീകരവാദികൾക്ക് കൃത്യമായിട്ട് ഒരു കേരളത്തിലാകമാനം ഒരു അവസരം ഒരുക്കുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളെ പോലും കൃത്യമായി അജണ്ടയ്ക്കനുസരിച്ച് വീഴ്ത്താൻ ഈ ഒരു സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഈ ഓർഗനൈസേഷൻ്റെ പേര്, നിങ്ങൾ എന്താ ഓർഗനൈസേഷൻ്റെ പേര്? ആ ഓർഗനൈസേഷൻ ഇട്ട പേരിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഈ ഓർഗനൈസേഷൻ്റെ ആളുകളുടെ സ്വഭാവത്തിൻ്റെ ഘടന. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്ത് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വിഷയമുണ്ടാകുന്ന സമയത്ത് 2 രീതിയിലുള്ള വക്താക്കളാണ് ഉള്ളത്. ഒന്ന് ദാരുൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ, ഒന്ന് ദാരുൽ ഹറബിൻ്റെ വക്താക്കൾ. ദാരുൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി അതിനുവേണ്ടി സായുധ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജിഹാദിന് ശ്രമിക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ ദാരുൽ ഇസ്ലാമാണ് പാകിസ്ഥാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ദാരുൽ ഹറബാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്ലാമികമായിട്ടുള്ള മതഭീകരവാദ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും ഇന്ത്യയുടെ ഒരു തിരിച്ചടി അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ദാരുൽ ഇസ്ലാമിനെതിരെയുള്ള ദാരുൽ ഹറബായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ആക്രമണമാണ്. ആ ആക്രമണത്തിനെ ഇവിടെ നോക്കൂ, ഞാൻ പറയാം, ഇപ്പോൾ ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പലസ്തീൻ വിഷയത്തിൽ ഈ കേരളത്തിലാകമാനം ഇസ്ലാമിക സംഘടനകൾ നടത്തിയിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വലിയ പ്രതിഷേധങ്ങൾ, 1000കണക്കിന് 10000കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ. നമാസിലടക്കമായ പലസ്തീൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പിന്നീട് പെഹൽഗാൻ ആക്രമണം ഉണ്ടായപ്പോൾ ചില നാമമാത്രമായ പ്രസ്താവനകളിൽ മാത്രമാണ് ഇസ്ലാമിക സംഘടനകളുടെ പ്രസ്താവനകൾ. ആ പ്രസ്താവനകൾ ഒതുങ്ങി. എവിടെയെങ്കിലും നിങ്ങൾ പ്രതിഷേധം കണ്ടിരുന്നോ? ഇന്ത്യയും പാകിസ്ഥാനും കൃത്യമായിട്ടൊരു യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്തും കൃത്യമായിട്ടൊരു നിലപാട് ഇവിടുത്തെ ഇസ്ലാമിക ശക്തികൾ, ഭീകരവാദികൾ അല്ലെങ്കിൽ മത സംഘടനയിൽപ്പെട്ട ആളുകൾ എടുത്തിട്ടില്ല. അപ്പം ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാം കൃത്യമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്, പ്രവാസികൾക്കിടയിൽ ഇടപെടുന്നുണ്ട്, മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഇടുന്നുണ്ട്. അവർ പലപ്പോഴും പല ആളുകൾ
പ്രോഗ്രാമുകളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു. അത് രാജ്യവിരുദ്ധമാകുന്നു. അതുകൊണ്ടാണ് തുക്കട തുക്കട ഗ്യാങ് ഉണ്ടാകുന്നു. ആ തുക്കട തുക്കട ഗ്യാങ് വിളിച്ചത് JNU യൂണിവേഴ്സിറ്റിയിലാണ്. ഇപ്പൊ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ രാജ്യത്തിന്റെ പണം കൊണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ, എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ടാണ് ഇവരൊക്കെ എഞ്ചിനീയർമാരായിട്ട് വലിയ രീതിയിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ആളുകളായിട്ട് ഈ പറയുന്ന ദുബായിൽ നിൽക്കുന്നത് എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ടാണ് ഇവർ പഠിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിന് നികുതി പണം കൊണ്ടാണ്. രാജ്യത്തിന്റെ നികുതി പണം കൊണ്ട് പഠിച്ച് പാസ്സായിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവർ രാജ്യത്തിനെതിരെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ച് പൂമാലയിട്ട് സ്വീകരിക്കുമ്പോൾ അതിനെ ലളിതവൽക്കരിക്കുക എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശശുദ്ധിയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ദേശസ്നേഹത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ചേർത്ത് പിടിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അല്ല, അതല്ലേ പറ, ഇവർ ഒരു പുതിയ രീതിയിലുള്ള ഒരു മതേതര വ്യാഖ്യാനാണ്. അതാണ് ഈ പറഞ്ഞ ഇരവാദമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കൃത്യമായിട്ട് ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ വിഷയം ഉണ്ടായെന്ന് വയ്ക്കുക. ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ പലസ്തീനികളായിട്ടുള്ള 100,000 പേർ കൊല ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ നടത്തിയിട്ടുള്ള വലിയൊരു ആക്രമണമാണ്. അതിന്റെ തിരിച്ചടിയാണ് ഈ സ്വാഭാവികമായിട്ട് ഇന്ന് ഹമാസിനകത്ത് നടത്തുന്ന പിഞ്ച് പൈതങ്ങളെ അടക്കം നടത്തിയിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള കൂട്ടക്കൊല. പക്ഷെ ഒരിക്കലും ഇസ്രായേലിന്റെ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കില്ല. ഇന്ത്യയുടെ ആക്രമണം കൃത്യമായിട്ട് പാകിസ്ഥാനകത്ത് ഉണ്ടാവുന്ന സമയത്ത് അത് പെഹൽഗാം, അപ്പോഴും പറയും നമുക്ക് വേണ്ടത് സമാധാനമാണ്. നോക്കുക, ഇവരുടെ വ്യാഖ്യാനം എങ്ങനെയാണ്? ലോകത്ത് സമാധാനം വേണ്ടേ? സമാധാനം, നമ്മളിങ്ങനെ സമാധാനം പറഞ്ഞിട്ടാണ് നമ്മുടെ രാജ്യത്തിന് ഈ ഗതി ഉണ്ടത്. ലോകത്ത് ഒരാൾ പറയുന്നതിനേക്കാൾ മുമ്പ് ലോക സമസ്ത സുഖിനോ ഭവന്ത് പറഞ്ഞിരുന്ന ആൾക്കാരാ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ നെഞ്ചത്ത് കയറി നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയഭാഗങ്ങളിലൊക്കെ തന്നെ ഈ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തെ ഭിന്നമാക്കാൻ നടക്കുന്ന ആളുകളോട് നമുക്ക് എങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും? അങ്ങനെ കോംപ്രമൈസ് ചെയ്യാത്ത ആളുകൾ പറയുന്നത് ഈ തീവ്ര ഹിന്ദുത്വ ദേശീയവാദികളാണ്. അങ്ങനെ ഹിന്ദുത്വ തീവ്ര ദേശീയവാദമൊന്നുമില്ല. ദേശത്തിൽ ഒറ്റ വാദമേ ഉള്ളൂ, അത് രാഷ്ട്രവാദമാണ്. ഈ രാഷ്ട്രത്തിന്റെ അഭിമാനത്തിന് പോറലേൽക്കുന്ന രീതിയിൽ ഏതെങ്കിലും വ്യക്തി പ്രവർത്തിച്ചാൽ പോലും അത് രാജ്യവിരുദ്ധതയാണ്. ഒരു സംശയവും വേണ്ട, അത് രാജ്യവിരുദ്ധതയാണ്. ഇപ്പൊ ഞാൻ സത്യത്തിൽ ഈ ചർച്ചയിൽ പോലും റെജി ലൂക്കസിന്റെ ഒരു പൊതുവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ചാനൽ ചർച്ചകൾ, അദ്ദേഹത്തിന്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു സത്യത്തിൽ അദ്ദേഹം ഈ ആളുകൾക്ക് അനുകൂലമായിട്ട് ഒരു സോഫ്റ്റ് കോറയിൽ സംസാരിക്കുന്നത്. അദ്ദേഹം വ്യക്തവും ശക്തമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ഇപ്പൊ നോക്കൂ, ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ഒരു യുദ്ധത്തിൽ പോലും, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒരു സമയത്ത് പോലും നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ പോലും പെഹൽഗാം ആക്രമണത്തിന് ശേഷം കൃത്യമായിട്ട് ഈ രാജ്യത്തിന് അനുകൂലമായി നിലപാടെടുത്തു. അതുകൊണ്ടാണ് ഇപ്പൊ ജോൺ പിട്ടാസ് അടക്കം, നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞല്ലോ, ജോൺ പിട്ടാസ് അടക്കം ഈ സംഘത്തിലുണ്ടെന്ന്. അത് ചരിത്രത്തിൽ ആദ്യമാണ്. കാരണം രാജ്യസ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും പഠിക്കുന്നു, അവർ രാജ്യത്തിന്റെ ഭാഗമാകുന്നു. ET മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ ആളുകൾ, കാരണം മുസ്ലിം ലീഗിന്റെ ഉത്ഭവം തന്നെ നമുക്കൊരു പാകിസ്ഥാൻ വാദത്തിൽ നിന്നാണ്. ആ പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായി നിന്നിരുന്ന ഈ മുസ്ലിം ലീഗിന്റെ ആളുകൾ പോലും ET മുഹമ്മദ് ബഷീർ പറയും സംഘത്തിലാകുന്നു. അപ്പോഴൊരു പറ്റം മലയാളികൾ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തിനെതിരെ, രാജ്യത്തിന് ആത്മാഭിമാനം തകർക്കാൻ വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമം നടക്കുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകരവാദ സംഘടനകളുടെ, നേരത്തെ വർഗീസ് സാർ പറഞ്ഞതുപോലെ തന്നെ ചില കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ്? സ്വാഭാവികമാണ്, പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഗൾഫ് കേന്ദ്രങ്ങളിൽ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളുടെ സ്വാധീനം, പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വാധീനം നോക്കൂ. പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിലേക്ക് ഒഴുക്കിയ പണത്തിൽ 12,212 മലയാളികളുണ്ട്. നമ്മുടെ NIA അന്വേഷണത്തിലും നമ്മുടെ ED അന്വേഷണം 12,202 പേരായിട്ടുള്ള മലയാളികൾ അടക്കമുള്ള ആളുകളാണ് പണം ഒരുക്കിയിട്ടുള്ളത്. ഈ മലയാളികളുടെ സ്വാധീനം സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു ചടങ്ങിലുണ്ടോ? ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ജാഗ്രതയോടുകൂടി ഒരു സർക്കാർ സംവിധാനം അത് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഞാനതാ പറയുന്നത്, ഒരു നിരപരാധികളായ ആളുകളുടെ പാസ്പോർട്ട് റദ്ദ് ചെയ്തുകൊണ്ട് അവരെ രാജ്യവിരുദ്ധരാക്കുകയല്ല. ഇതിനകത്ത് നടന്ന ഗൂഢാലോചന, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനകത്ത് കൃത്യത വരുത്തിക്കൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ട് ഞാൻ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന അവസാനത്തെ പൗരനെയും കൽത്തുറങ്കിലടയ്ക്കുക, രാജ്യത്ത് നിന്ന് പുറത്താക്കുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതാണ് രാജ്യസ്നേഹം. അല്ലാതെ കപട മതേതര പാരമ്പര്യം കൊണ്ട് എല്ലാം സഹിക്കുക, ക്ഷമിക്കുക എന്ന് പറയേണ്ട ആ കാലഘട്ടം രാഹുൽ ഈശ്വര 16-ാം നൂറ്റാണ്ടിൽ 17 ഹിന്ദു രാജാക്കന്മാർക്കുണ്ടായിരുന്നു. ആ ഹിന്ദു രാജാക്കന്മാർക്ക് ആ പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഭാരതത്തിന്റെ ഇന്റലിജൻസ് ബ്യൂറോ അടക്കം ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിനകത്തും ഇവർക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട്, പോലീസിലടക്കം എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട്.